നമസ്തേ. നമ്മളെല്ലാവരും വളരെ മിടുക്കന്മാരാണ് മറ്റുള്ളവരെ വിധിക്കുന്ന കാര്യത്തിൽ. മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നല്ല സാമർഥ്യമാണ്. പക്ഷെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നത് അല്പം ശ്രമകരമാണ്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്ക് നമ്മളെ വളരെയധികം സ്ട്രൈക്ക് ചെയ്യുന്നത്. അതായത്, നിങ്ങളുടെ സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് മാറ്റിയതിന് ശേഷം നിങ്ങളുടെ സഹോദരന്റെ കണ്ണിലെ കരടിലേക്ക് നോക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു ബേസിക് ആയിട്ട് ഇങ്ങനെ ഒരു സ്വഭാവം നമുക്ക് വന്നുപോയി. അത് നമ്മൾക്ക് ഈ ഒരു സൊസൈറ്റിയിൽ ഈ ഒരു കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത്, അതായത് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഔട്ട്പുട്ടിന് പകരമായിട്ട് വെറുതെ ഗോസിപ്പായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത് ചെറിയ മനസ്സുകളുടെ ഒരു സ്വഭാവമാണ്. ഈ ഒരു വിധിക്കുക എന്നാണ് ഇതിന് സ്പിരിച്വാലിറ്റിയിൽ അല്ലെങ്കിൽ ആത്മീയവാദികൾ ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത്, ഇപ്പൊ മദർ തെരേസയൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലവ് ഈസ് ദ ആബ്സെൻസ് ഓഫ് ജഡ്ജ്മെന്റ് എന്നാണ്. അതായത് സ്നേഹം എന്ന് പറയുന്നത് വിധിയുടെ ഒരു അഭാവം തന്നെയാണ് എന്നുള്ളതാണ്. ഈ വിധിക്കലുകൾ, മറ്റുള്ളവരെ വിധിക്കുന്ന ഈ ഒരു പരിപാടി നമ്മൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. അതേതൊക്കെയാണ് എന്നുള്ളതാണ് വളരെ ബ്രീഫായിട്ട് ഈ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്നത് കരുണയും ക്ഷമയും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ക്ഷമ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മരുന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരാൾ ഉപദ്രവിക്കുമ്പോൾ ഉള്ള ക്ഷമയ്ക്ക് അപ്പുറത്തേക്ക് പല സാഹചര്യങ്ങളും നമ്മൾ ജീവിതത്തിലേക്ക് ക്ഷമാപൂർവം കാത്തിരിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഈ ക്ഷമ വളരെയധികം വർദ്ധിക്കും. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് മറ്റുള്ളവരെ സഹായിക്കണം, എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് ഞാൻ റിച്ച് ആയിട്ടെന്നുള്ളതിൽ രീതിയിലല്ല, ഞാൻ വളർന്നു വരുന്നതിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളത്. ഈ കരുണ നമ്മളിൽ വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് വലിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പൊ കരുണയും ക്ഷമയും വർദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് സ്നേഹവും കരുണയും ഒക്കെ വരുന്ന സമയത്ത് അതൊരു റിഫ്ലക്സ് ഹാബിറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് മാറും എന്നുള്ളതാണ് മറ്റുള്ളവരെ വിധിക്കുന്നത് നമ്മൾ നിർത്തുമ്പം ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം. സോ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹാർട്ടിന്റെ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രേസ് തന്നെയാണ്. രണ്ടാമതായിട്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുകയും അത് ദൃഢതയും ആഴമുള്ളതായിട്ട് മാറുകയും ചെയ്യുന്നു. സോ ഈ ഒരു നെറ്റ്വർക്ക് എന്നത് അത്യന്താപേക്ഷിതമാണ്. മനുഷ്യനൊരു സമൂഹ ജീവിയാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് സോളിറ്റ്യൂഡ് താല്പര്യമുണ്ടായിരിക്കാം, എന്നിരുന്നാലും നല്ല ബന്ധങ്ങൾ എപ്പോഴും നിങ്ങളിലേക്ക് എന്ത് രീതിയിലാണെങ്കിലും നല്ല ഇൻഫ്ലുവൻസുകൾ, നിങ്ങളിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പോലും. പക്ഷെ നമ്മൾ നോൺ ജഡ്ജ്മെന്റിലേക്ക് വരുന്ന സമയത്ത് എല്ലാ വ്യക്തികളിൽ നിന്നും നമുക്കൊരു ലെസൺ പഠിക്കാനുണ്ടായിരിക്കും. എല്ലാവരെയും നമുക്കൊരു കോഎക്സിസ്റ്റൻസോട് കൂടി കാണാനായിട്ടും ഒരു വസുധൈവ കുടുംബകം എന്ന് പറയുന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കാനായിട്ടും ഉള്ള നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ വരുത്തേണ്ട ഒരു ചെറിയ മാറ്റമാണ് ഈ ഒരു നോൺ ജഡ്ജ്മെന്റൽ അപ്രോച്ചും അതുമൂലമുണ്ടാകുന്ന നല്ല ബന്ധങ്ങളും. മറ്റുള്ളവരെ വിധിക്കാതിരിക്കുമ്പോൾ, അവരെക്കുറിച്ച് സംസാരിക്കാതിരിക്കുമ്പോൾ, ഗോസിപ്പുകൾ പറഞ്ഞ് സമയം കളയാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നല്ല കാര്യങ്ങൾ കടന്നു വരുന്നു. നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കൂടുതൽ സമയം ലഭിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുന്നു. നമുക്ക് കൂടുതൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടും മറ്റുള്ളവരിലേക്ക് വെളിച്ചം പകരാനുമായിട്ടും സാധിക്കുന്നു. ജഡ്ജ്മെന്റ് കുറയ്ക്കുന്ന അല്ലെങ്കിൽ നിർത്തുന്ന സമയത്ത് മറ്റുള്ളവരെ കുറിച്ചുള്ള ക്യൂരിയോസിറ്റി, മറ്റുള്ളവൻ എന്ത് ചെയ്തു അല്ലെങ്കിൽ എവിടെ എത്തി, എന്തായി അവസ്ഥ എന്നുള്ളത് അന്വേഷിക്കുന്നതിന് പകരമായിട്ട് നല്ല രീതിയിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള തോട്ട്സിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഇത് മറ്റുള്ളവരിലേക്കുള്ള ക്യൂരിയോസിറ്റി മറ്റു കാര്യങ്ങളിലേക്ക് മാറുന്നതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. സോ ക്യൂരിയോസിറ്റി, ആ ഒരു പാഷൻ, നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്താനും നിങ്ങളുടെ ഉള്ളിൽ ജെന്യുവിനായിട്ട് കിടക്കുന്ന ഒരു അന്വേഷണ ബോധം അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാനുള്ള ആ ഒരു ആഗ്രഹവും ത്വരയും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് തിങ് ഈസ്, നമ്മുടെ സംസാരം കൂടുതൽ കൺസ്ട്രക്റ്റീവ് ആയിട്ട് മാറുകയാണ്. കാരണം മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ വലിയ രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ വരാനില്ല. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഐഡിയാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പീപ്പിളിനെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ ആശയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് വർദ്ധിക്കും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ചിന്തകളും കൂടുതൽ അവലോകനങ്ങളും നടത്തിക്കൊണ്ട് ജീവിതത്തിന് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഒരു ഉയർച്ച സാധ്യമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവനോടുള്ള ദയ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ സ്വയം ദയാലുവാകാനും നമ്മുടെ തന്നെ കുറവുകളെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് മനസ്സിലാക്കി അത് നമ്മളോട് തന്നെ ക്ഷമാപൂർവം നമ്മൾ ആ കുറവുകളും കുറ്റങ്ങളും നമുക്കുണ്ട് എന്നുള്ളത് അംഗീകരിച്ച് കഴിയുന്ന സമയത്ത് അതിനെ കീഴ്പ്പെടുത്താൻ നമുക്ക് ഈസി ആയിട്ട് സാധിക്കുകയും ചെയ്യുകയാണ്. സോ നോൺ ജഡ്ജ്മെന്റൽ എന്ന് പറയുന്നത് ആത്മീയതയുടെ ഒരു അടിസ്ഥാന പാഠമാണ് എന്ന് മനസ്സിലാക്കുക. ഇതില്ലാതെ ആത്മീയതയിൽ വളർച്ച ഉണ്ടാവുകയില്ല.
സോ ആളുകളെക്കുറിച്ച് സംസാരിക്കുന്നത് കുറച്ചിട്ട് ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും നമ്മളുടെ ജീവിതത്തിലേക്ക് ആ ഒരു ചിന്ത കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.